السلام عليكم أيها الطلاب الكرام، كيف حالكم؟ زين الحمد لله بارك الله فيكم. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും സുഖമാണല്ലോ? അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി പഠിച്ചിട്ടുള്ളത് എന്താണ്? അതെ, അസ്മാഉൽ ഇഷാറ. നമ്മൾ ഏതാനും അസ്മാഉൽ ഇഷാറകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു അത്? ഹാദ, ഹാദിഹി, ദാലിക, തിൽക, ഹദാനി, ഹാതാനി എന്നീ അസ്മാഉൽ ഇഷാറകൾ നാം ഉദാഹരണ സഹിതം മനസ്സിലാക്കി. കൂട്ടുകാർക്കെല്ലാം അവ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി ഇന്ന് ബാക്കിയുള്ള 2 അസ്മാഉൽ ഇഷാറകൾ നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്നാമത്തത് ഹഉലായി, രണ്ടാമത്തത് ഉലായിക. ഹഉലായി, ഉലായിക ഇവ രണ്ടും എഴുതുന്നത് എങ്ങനെയാണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കുക. ഹഉലായി എന്ന് എഴുതുമ്പോൾ ഹാക്ക് ശേഷം മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് നമ്മൾ എഴുതുന്നില്ല. പക്ഷേ വായിക്കുമ്പോൾ മദ് ചെയ്താണ് വായിക്കേണ്ടത്. ഹഉലായി, അഹുലായി എന്നല്ല വായിക്കേണ്ടത്. പിന്നെ ഹഉലായി. അതുപോലെ ഉലായിക എന്ന് എഴുതുമ്പോൾ ഉ എന്നതിന് ശേഷം മദ്ദിൻ്റെ ഹർഫായ വാവ് നമ്മൾ എഴുതുന്നുണ്ട്, പക്ഷേ അതിന് ഉച്ചാരണമില്ല. പിന്നെ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഊലായിക എന്നല്ല, ഊലൈക എന്നല്ല വായിക്കേണ്ടത്. പിന്നെ ഉലായിക എന്നതാണ്. അപ്പം ഇത് ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഹഉലായി എന്നതിൻ്റെ അർത്ഥം ഇവർ എന്നാണ്. ഇവർ ഒരു സംഘം ഉണ്ടെങ്കിൽ അഥവാ 2ൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഹഉലായി, ഇവർ എന്ന് പറയും. അഥവാ അടുത്ത് 2ൽ കൂടുതൽ നമ്മുടെ അടുത്തുള്ള ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹഉലായി, ഇവർ, ഇക്കൂട്ടർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇനി ഉലായിക എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർ, അല്ലെങ്കിൽ അക്കൂട്ടർ, അവർ, ദൂരെയുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് അവർ, ഉലായിക. ഇനി ഇതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇവ എന്താണ്? ആഖിലാണ്, ആഖിൽ. അതുപോലെ ഇവ മുദക്കറാണ്, മുഅന്നസാണ്. മുദക്കറും മുഅന്നസും രണ്ടിനും ഹഉലായി, ഉലായിക ഉപയോഗിക്കും. അഥവാ ഹഉലായി മുദക്കറിനും മുഅന്നസിനും ഉപയോഗിക്കും. ഉലായിക എന്നുള്ളത് മുദക്കറിനും മുഅന്നസിനും ഉപയോഗിക്കും. ഇവ തമ്മിൽ സ്ത്രീലിംഗം പുല്ലിംഗം വ്യത്യാസമില്ല, എല്ലാത്തിനും ഉപയോഗിക്കും. ഇത് നമുക്കറിയാം, മുദക്കർ മുഅന്നസൊക്കെ. എന്നാൽ ആഖിൽ എന്താണ്? കൂട്ടുകാർക്ക് മനസ്സിലായോ? ആഖിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്ക് മനസ്സിലാക്കാം. അഥവാ അറബിയിലുള്ള ഇസ്മുകളൊക്കെ, എല്ലാ നാമങ്ങളും 2 തരമായി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ആഖിൽ, ഗൈറു ആഖിൽ എന്നിവയാണവ. ആഖിൽ, ഗൈറു ആഖിൽ. ആഖിൽ എന്ന പദത്തിൻ്റെ അർത്ഥം ബുദ്ധിയുള്ളത് എന്നാണ്, ബുദ്ധിയുള്ളത്. ഗൈറു ആഖിൽ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തത്. അഥവാ ആഖിൽ എന്ന പദം, ഇസ്മുകൾ പറയപ്പെടുന്നത് എന്തിനാണ്? മനുഷ്യരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ. മനുഷ്യരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, നാമങ്ങൾക്കാണ് എന്ത് പറയുക? ആഖിൽ എന്ന് പറയുക. ഉദാഹരണം നോക്കൂ. മുദർരിസുൻ, റജുലുൻ, ഉമ്മുൻ. അർത്ഥമറിയാലോ? മുദർരിസുൻ അധ്യാപകൻ, റജുലുൻ പുരുഷൻ, ഉമ്മുൻ ഉമ്മ, ത്വബീബത്തുൻ ഡോക്ടർ, വലതുൻ ആൺകുട്ടി, മുഹമ്മദുൻ മുഹമ്മദ്, ദാരിസത്തുൻ വിദ്യാർത്ഥിനി. അപ്പോൾ ആഖിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പറയാം. എന്നാൽ മലക്കുകൾ, അതുപോലെ തന്നെ ജിന്നുകൾ, ഇങ്ങനെ ബുദ്ധിയുള്ള എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് എന്ത് പറയുക? ആഖിൽ. ഇനി ഗൈറു ആഖിൽ എന്ന് പറഞ്ഞാൽ
മനുഷ്യരല്ലാത്തവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, അഥവാ ബുദ്ധിയില്ലാത്തതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പേരുകൾക്കാണ്, നാമങ്ങൾക്കാണ് എന്ത് പറയുക? ഗൈറു ആഖിൽ. അംസില ഉദാഹരണങ്ങൾ: ഖലമുൻ പേന, ഷജറത്തുൻ മരം, ഖൽബുൻ നായ, റീഹുൻ കാറ്റ്, മറദുൻ രോഗം. ഇത്തരത്തിലുള്ള ബുദ്ധിയില്ലാത്ത നാമങ്ങൾ ഉപയോഗിക്കാനാണ് ഗൈറു ആഖിൽ ഉപയോഗിക്കപ്പെടുക. അപ്പോൾ അറബിയിലുള്ള നാമങ്ങൾ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ആഖിൽ, രണ്ട് ഗൈറു ആഖിൽ. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? ഇനി നോക്കൂ, നമുക്ക് ഹ ഉലായി ഉലായിക്ക എന്നത് മനസ്സിലാക്കാം. ഹ ഉലായി എന്നതിൻ്റെ അർത്ഥം പറഞ്ഞു. എന്താണ്? ഇവർ. ഹ ഉലായി എന്നതിൻ്റെ അർത്ഥം ഇവർ. ഉലായിക്ക എന്നതിൻ്റെ അർത്ഥം അവർ, അല്ലെ? അടുത്തുള്ളവരെ കുറിച്ച് ഇവർ നമ്മൾ പറയും, ദൂരെയുള്ള കൂട്ടത്തെക്കുറിച്ച് അവർ എന്ന് പറയും. ഇത് ആഖിലാണ്, അപ്രകാരം മുദക്കറാണ്, വ മുഅന്നസാണ്. മുദക്കറിനും മുഅന്നസിനും ഉപയോഗിക്കും, സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ഉപയോഗിക്കുന്നതാണ്. ഇനി ഉദാഹരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ, ഹഉലാഇ റിജാലുൻ, ഇവർ പുരുഷന്മാരാണ്. ഹഉലാഇ നിസാഉൻ, ഇവർ സ്ത്രീകളാണ്. കണ്ടോ? റിജാലുൻ എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? റജുലുൻ. അവ എന്താണത്? മുദക്കറാണ്. എന്നിട്ടും ഹഉലാഇ ഉപയോഗിച്ചു. അതുപോലെ നിസാഉൻ എന്നുള്ളത് എന്താണ്? മർഅത്തുൻ, സ്ത്രീ എന്നതിൻ്റെ ജംആണെന്ത്? നിസാഉൻ. മുഅന്നസാണ്, അല്ലേ? എന്നാലും ഹഉലാഇ തന്നെയാണ് ഉപയോഗിക്കുക. അഥവാ കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക, മുദക്കറിനും മുഅന്നസിനും തമ്മിൽ എന്തില്ല? വ്യത്യാസമില്ല. രണ്ടിനും എന്തെന്നാണ് ഉപയോഗിക്കുക? ഹഉലാഇ എന്നതാണ് ഉപയോഗിക്കുക. പിന്നെ നോക്കൂ, ഹഉലാഇ മുദർരിസൂൻ, ഇവർ അധ്യാപകരാണ്. ഇവർ അധ്യാപകരാണ്. ഹഉലാഇ മുദർരിസാത്തുൻ, ഇവർ അധ്യാപികമാരാണ്. ഇവർ അധ്യാപികമാരാണ്. അപ്പോൾ മുദർരിസൂൻ എന്നുള്ളത് മുദക്കറാണ്, മുദർരിസാത്തുൻ എന്നുള്ളത് മുഅന്നസാണ്. രണ്ടിനും ഹഉലാഇ ഉപയോഗിച്ചു. ഇനി ഉലായിക്ക എന്നതിൻ്റെ ഉദാഹരണം നോക്കൂ. ഉലായിക റിജാലുൻ, അവർ പുരുഷന്മാരാണ്. ഉലായിക നിസാഉൻ, അവർ സ്ത്രീകളാണ്. കണ്ടല്ലോ? റിജാലുൻ എന്നുള്ളത് മുദക്കറാണ്, അപ്പോൾ ഉലായിക തന്നെ ഉപയോഗിച്ചു. നിസാഉൻ എന്നുള്ളത് സ്ത്രീകളാണ്, അല്ലേ? മുഅന്നസാണ്, അപ്പോൾ ഉലായിക തന്നെ ഉപയോഗിച്ചു. ഇനി നോക്കൂ, ഉലായിക മുദർരിസൂൻ, അവർ അധ്യാപകരാണ്. ഉലായിക മുദർരിസാത്തുൻ, അവർ അധ്യാപികമാരാണ്. കണ്ടല്ലോ? ഇനി നോക്കൂ, പിന്നെ നമുക്കൊരു സംശയമുണ്ടാകും. എന്താണ്? ഇവിടെ ഇപ്പോൾ ആക്കിലാണല്ലോ ഉപയോഗിക്കുന്നത്. രണ്ടിൽ കൂടുതൽ ഒരു കൂട്ടം അടുത്തുണ്ടാകുമ്പോൾ, ദൂരെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആക്കിലായിട്ടുള്ളതിനാണ് എന്തുപയോഗിക്കുന്നത്? ഹഉലാഇ ഉലായിക്ക. അപ്പോൾ ഗൈറു ആഖിൽ എന്തുപയോഗിക്കും? കൂട്ടുകാർക്ക് സംശയമുണ്ടാകും. ഒരു കൂട്ടം നമ്മുടെ മുമ്പിൽ ഗൈറു ആഖിൽ, അഥവാ ബുദ്ധിയില്ലാത്ത വസ്തുക്കളോ ജീവികളോ മൃഗങ്ങളോ എന്തെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ അടുത്തുണ്ടെങ്കിൽ അതിനെ അവ, അതുപോലെ ദൂരെയുള്ള ഒരു കൂട്ടം ബുദ്ധിയില്ലാത്തതിനെ അവ എന്ന് നമ്മൾ പറയേണ്ടതില്ലേ? അതിനെന്തുപയോഗിക്കും? അതാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗൈറു ആഖിലായിട്ടുള്ള ഇവ അവ എന്നത് ഉപയോഗിക്കാൻ, എന്നത് പറയാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുക? അഥവാ രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന് നോക്കൂ, ഉദാഹരണം കൊടുത്തിട്ടുള്ള നോക്കൂ. ഹാദിഹി അഖ്ലാമുൻ, ഇവ പേനകളാണ്. അപ്പം അടുത്തുള്ള കൂട്ടത്തെ, രണ്ടിൽ കൂടുതൽ നമ്മുടെ അടുത്തൊരു കൂട്ടം ബുദ്ധിയില്ലാത്തവ ഉണ്ടെങ്കിൽ അതിനെ ചൂണ്ടിപ്പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ഹാദിഹി എന്നുള്ളതാണ്. അഖ്ലാമുൻ എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? ഖലമുൻ എന്നതാണ്. അപ്പം അത് മുദക്കറാണല്ലോ, പിന്നെ എങ്ങനെ ഹാദിഹി ഉപയോഗിച്ചു? സംശയമുണ്ടാകാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാർ പറഞ്ഞുതരാം.
ഗൈറു ആഖിലായിട്ടുള്ള പദങ്ങൾ, നാമങ്ങൾ. ഉദാഹരണം കലമുൻ, കിതാബുൻ എന്നിവ പോലെയുള്ള ബുദ്ധിയില്ലാത്തതായ ഗൈറു ആഖിലായിട്ടുള്ള പേരുകൾ, നാമങ്ങൾ. അതിൻ്റെ ജംഅ് എഴുതിയാൽ അഥവാ അതിൻ്റെ ബഹുവചനമായാൽ അവ മുഅന്നസായിട്ടാണ് പരിഗണിക്കുക. ഉദാഹരണം കിതാബുൻ എന്നുള്ളത് എന്താണ്? മുദക്കറാണ്. എന്നാൽ കുത്തുബുൻ എന്ന് എഴുതിയാൽ അത് എന്തായി മാറി? മുഅന്നസായി മാറി. കലമുൻ എന്നുള്ളത് മുദക്കറാണ്. എന്നാൽ അതിൻ്റെ ബഹുവചനമായ, അതിൻ്റെ ജംആയ അഖ്ലാമുൻ എന്ന് എഴുതുമ്പോൾ അവ എന്തായി മാറി? മുഅന്നസായി മാറി. വലതുൻ എന്നുള്ളത് എന്താണ്? ആൺകുട്ടി. അത് മുദക്കറാണ്. എന്നാൽ ഔലാദുൻ എന്ന് എഴുതിയാൽ അതെന്താവൂല? മുഅന്നസായില്ല. കാരണം എന്താണ്? അത് ആഖിലാണ്. ഗൈറു ആഖിലായിട്ടുള്ള പദങ്ങൾ അഥവാ ഇസ്മുകൾ നമ്മൾ അത് ജംആക്കി മാറ്റിയാൽ അവ എന്തായി മാറും? മുഅന്നസായി മാറും. ഗൈറു ആഖിലായിട്ടുള്ള പദങ്ങളാണ് മുഅന്നസായിട്ട് മാറുന്നത്. എന്താകുമ്പോൾ? ജംആകുമ്പോൾ. മനസ്സിലായല്ലോ? അപ്രകാരമാണ് ഇവിടെ അഖ്ലാമുൻ എന്നതിനെ ഇവ എന്ന് ഉപയോഗിക്കുമ്പോൾ ഹാദിഹി എന്നാണ് ഉപയോഗിക്കുക. അതുപോലെ ഹാദിഹി അറാനിബുൻ, ഹാദിഹി അറാനിബു, ഇവ മുയലുകളാണ്. അറാനിബു എന്നത് ഏതിൻ്റെ ജമ്മാണ്? അർനബുൻ എന്നതിൻ്റെ ജമ്മാണ് അറാനിബു. ഹാദിഹി അറാനിബു, ഇവ മുയലുകളാണ്. ഇനി നോക്കൂ ദൂരെയുള്ള അവ. തിൽക അസ്ജാറുൻ, തിൽക അസ്ജാറുൻ, അവ മരങ്ങളാണ്. അസ്ജാറുൻ എന്നത് ഏതിൻ്റെ ജമാണ്? ഷജറുൻ എന്നതിൻ്റെ ജമാണ് അസ്ജാറുൻ. അപ്പോൾ തിൽക അസ്ജാറുൻ, അവ മരങ്ങളാണ്. അപ്പം അവർ എന്ന് പറയില്ലല്ലോ, മരങ്ങളെ സംബന്ധിച്ച് അവർ എന്ന് പറയില്ലല്ലോ, ബുദ്ധിയില്ലാത്തതല്ലേ. അതാണ് അവ മരങ്ങളാണ്. തിൽക ബുയൂത്തുൻ, അവ വീടുകളാണ്. ബുയൂത്തിന് ഏതിൻ്റെ ജമ്മാണ് കൂട്ടുകാരെ? അതെ, ബൈത്തുൻ എന്നതിൻ്റെ ജമ്മാണ് ബുയൂത്തുൻ. തിൽക ബുയൂത്തുൻ, അവ വീടുകളാണ്. അപ്പം നമ്മൾ ഉലായിൻ്റെ അർത്ഥം ഇവർ എന്ന് പറഞ്ഞു, ഉലായിക്കൻ്റെ അർത്ഥം അവർ എന്ന് പറഞ്ഞു. ഇവിടെ ബുദ്ധിയില്ലാത്തത് കൊണ്ട് ഇവർ എന്ന് പറയില്ല, ഇവ. ബുദ്ധിയില്ലാത്തത് കൊണ്ട് അവർ എന്ന് പറയില്ല, പിന്നെ അവ എന്നാണ് വ്യത്യാസം. അപ്പം ഇവിടെ ബുദ്ധിയില്ലാത്ത ഗൈറു ആഖിലായിട്ടുള്ള ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ അല്ലെങ്കിൽ വല്ല മൃഗങ്ങളോ ബുദ്ധിയില്ലാത്ത എന്തും നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ ഹാദിഹി എന്നതാണ് ഉപയോഗിക്കുക. ദൂരെ ഉള്ളതാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാൻ തിൽക്കയാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലായല്ലോ. അതുപോലെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യം, ഗൈറു ആഖിലായിട്ടുള്ള ഇസ്മുകൾ അത് ജംആകുമ്പോൾ അത് മുഅന്നസായിട്ടാണ്. മുദക്കറായ ഇസ്മുകൾ തന്നെ ജംആകുമ്പോൾ അതിനെ മുഅന്നസായിട്ടാണ് പരിഗണിക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത് അസ്മാഉൽ ഇഷാറകളാണ്. ഹാദാ, ഹാദിഹി, ദാലിക, തിൽക, ഹാദാനി, ഹാതാനി, ഹഉലായി, ഉലായിക എന്നീ അസ്മാഉൽ ഇഷാറകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? ഹാദാ, ഹാദിഹി, ദാലിക, തിൽക. ഇതിൽ ഹാദാ, ദാലിക എന്നുള്ളത് എന്താണ്? മുദക്കറാണ്. ഹാദിഹി, തിൽക എന്നുള്ളത് മുഅന്നസാണ്. അപ്രകാരം ഹാദാനി എന്നുള്ളത് മുദക്കറാണ്, ഹാതാനി എന്നുള്ളത് മുഅന്നസാണ്. എന്നാൽ ഹഉലായി, ഉലായിക എന്നിവ മുദക്കറുമാണ്, മുഅന്നസുമാണ്. രണ്ടിനും വ്യത്യാസമില്ല. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? ഹഉലായി, ഉലായിക എന്നീ അസ്മാഉൽ ഇഷാറകൾ ഉപയോഗിച്ചിട്ട് 5 വീതം ഉദാഹരണങ്ങൾ എഴുതി സാറിന് അയച്ചു തരണം. അപ്രകാരം കഴിഞ്ഞ അസ്മാഉൽ ഇഷാറകൾ എഴുതി ഉദാഹരണം എഴുതി സാറിന് അയച്ചു തരാത്തവർ അവരും ഉടനെ തന്നെ എഴുതി അയച്ചു തരണം. ഇൻഷാ അല്ലാഹ് കുട്ടികൾക്ക് എല്ലാവർക്കും അസ്മാഉൽ ഇഷാറകൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇവയുടെ ഉപയോഗത്തിന് ചില നിയമങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്.
ഇൻഷാ അല്ലാഹ് അത് മറ്റു ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.